ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ ജാലകം ഓപ്പൺ ആയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ അനിവാര്യമാണ്. ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരിയിൽ താരങ്ങളെ കൊണ്ടുവരും എന്നുള്ള കാര്യം മാർക്കസ് മെർഗുലാവോ ഉൾപ്പെടെയുള്ളവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പുതിയ താരങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് 19th സ്റ്റോപ്പേജിൻ്റെ മാധ്യമപ്രവർത്തകനായ ധനഞ്ജയ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് 2 പൊസിഷനുകൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രധാനമായും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അദ്ദേഹം പറഞ്ഞ ആ ഒരു ട്വീറ്റിലേക്ക് പോകാം. അതായത് ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു റൈറ്റ് ബാക്കിന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വളരെ ആക്റ്റീവായിക്കൊണ്ട് ഒരു റൈറ്റ് ബാക്കിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്ക് പൊസിഷൻ വളരെ ദുർബലമാണ്. സന്ദീപ് സിംഗ് ആണ് അവിടെ കളിക്കുന്നത്. അദ്ദേഹത്തിന് ആ ഒരു മികവിലേക്ക് ഉയരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രബീർ ദാസ് ഉണ്ടെങ്കിലും പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മികച്ച ഒരു റൈറ്റ് ബാക്ക് താരത്തെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഗോൾ കീപ്പിംഗ് പൊസിഷൻ കൂടി ശക്തിപ്പെടുത്താൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട്. ധനഞ്ജയ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പർക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. മാത്രമല്ല 90th സ്റ്റോപ്പേജിലൂടെ കൂടുതൽ ക്ലാരിറ്റി ആയിട്ടുള്ള ട്രാൻസ്ഫർ മൂവ്മെൻറ്റുകളുടെ വിവരങ്ങൾ നൽകുമെന്നുള്ള ഒരു ഉറപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഏതായാലും 2 പൊസിഷനുകൾ, റൈറ്റ് ബാക്ക് പൊസിഷൻ, ഗോൾ കീപ്പിംഗ് പൊസിഷൻ, ഈ 2 പൊസിഷനുകൾ ശക്തിപ്പെടുത്താനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സച്ചിൻ സുരേഷും അതുപോലെ തന്നെ സോംകുമാറും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. നോറ ഫെർണാണ്ടസ് അവിടെയുണ്ട്. അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കണമെന്നുള്ള ആവശ്യവും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.